ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രൊണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു ചെറിയ മിസ്റ്റേക്കാണ് ഒരു സിനിമയുടെ ഒന്ന്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്ത ഒരു സിനിമയെ ഒരു കോമഡി സീൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കാണ്. അതായത് കൊച്ചി രാജാവ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ നമ്മളത് ഈ കാണുന്ന ഒരു കോമഡി സീൻ നമ്മൾ കണ്ട് ഒരുപാട് പേരൊക്കെ ചിരിച്ചതും എൻജോയ് ചെയ്തതും ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ സിനിമയിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഈ സീനിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറച്ച് ലോജിക്ക് പരമായിട്ടുള്ള കുറച്ചൊരു മിസ്റ്റേക്കിനെ കണ്ടെത്താൻ വേണ്ടി പറ്റി. അത് ചെറിയ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും സംവിധായകൻ ഇതിനെ ഒരു ഹ്യൂമറിന് വേണ്ടി മാത്രം ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കണ്ടൻ്റ് ആയിപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതായത് നമ്മളിത് ചിന്തിക്കണം. ഒരു പക്ഷേ ഒരുപാട് പേര് പോലും ഇത് ചിന്തിച്ച് കാണത്തില്ല. കാരണം ചിന്തിക്കാതെ ചിലപ്പോൾ എന്ത് ചെയ്ത് കാണും, ഈ ഒരു ഹ്യൂമറിലങ്ങ് മൈൻഡായി കാണും. അപ്പോൾ അത് ആ ഒരു തമാശ മുഖേന അത് അങ്ങനത്തെ ചിന്തയിലേക്ക് അങ്ങ് പോയി കാണുമ്പോൾ ഇതിൽ പറയപ്പെടുന്ന ഒരു കാര്യം ആരും ചിന്തിച്ച് കാണത്തുന്നുള്ളതാണ് സത്യം. ആ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി പോകണം. അതായത് ഈ സിനിമയിലാണെങ്കിൽ ഈ റിയാസ് ഖാൻ്റെ ഈ ഒരു ഫ്രണ്ടായ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു എന്തോ കോളേജിലെ പ്രശ്നങ്ങളൊക്കെ ആയി മുഖാന്തരം അങ്ങനെ പോണ സമയത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പാവെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഇന്ദ്രൻസ് കിട്ടണം പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻസ് അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അപ്പനെ അറേഞ്ച് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ആ അപ്പൻ കൊള്ളാതെ വരാൻ നേരത്ത് അവിടെ ഇരിക്കുന്ന ഹരിശ്രീ അശോകനെ പിടിച്ചവർ ഈ ഒരു അച്ഛൻ വിഷം കെട്ടിച്ച് നേരെ കൊണ്ടുവന്ന പ്രിൻസിപ്പൽ റൂമിൻ്റെ അവിടെ കൊണ്ടുവരികയാണ്. ആ ഒരു കാര്യങ്ങൾ വെച്ച് അവിടെ ഹരിശ്രീ അശോകൻ മാരകമായ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഭയങ്കര ഒരു ഹ്യൂമർ അങ്ങ് ഉണ്ടാക്കിയെടുക്കണം. ആ സമയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോളേജ് പഠിക്കുന്ന ഈ വ്യക്തിക്ക് അഡ്മിഷൻ എടുക്കേണ്ടുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പാരൻസ് ആയിരിക്കുമല്ലോ വരുന്നത്. മേ ബി അവരുടെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. ആ ഒരു കാര്യം വെച്ച് എന്തരായിരുന്നാലും ഈ ഒരു അച്ഛൻ വരാതിരിക്കത്തില്ല. കാരണം ഒരു മകൻ്റെ അഡ്മിഷൻ അച്ഛൻ എന്തായാലും വരും. അത് ഇവിടെ ലോജിക്ക് വരാനുള്ള ചിന്തിക്കേണ്ട കാര്യമാണ്. ആ സമയത്ത് ഈ നിൽക്കുന്ന പ്രിൻസിപ്പാൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടാകുമല്ലോ, കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ ഒരു അഡ്മിഷൻ സമയത്ത് കണ്ടാണ്. പക്ഷേ ഈ വന്നിരിക്കുന്ന ഈ ഒരു ഹരിശ്രീ അശോകൻ്റെ ഈ ഒരു റോളും കാര്യങ്ങളും കോസ്റ്റ്യൂമൊക്കെ ഇനി കെട്ടി ഒരുക്കിയാലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അച്ഛനെ കണ്ട ഒരു പരിചയം ഈ പ്രിൻസിപ്പലിനുണ്ടെങ്കിൽ എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ അച്ഛനല്ലെന്നുള്ള തിരിച്ചറിവുണ്ടാവും. ആ ഒരു കാര്യം അവിടെ പ്രിൻസിപ്പൽ ഉണ്ടാകുന്നതുമില്ല. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും വലിയ ഒരു ചിന്തിക്കാത്ത ഒരു കാര്യം കൂടിയാണത്. കാരണം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സമയത്ത് ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ പ്രിൻസിപ്പളെ കണ്ട് കാണണം, ഓർമ്മ എന്തെങ്കിലും കാണാം. അല്ലെങ്കിൽ ചിന്തിക്കണം, ഇതല്ലല്ലോ തൻ്റെ അപ്പ എന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന അവിടെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ മാത്രമേ പ്രിൻസിപ്പൾ എങ്ങനെ ഓർക്കുമെന്നുള്ള ചോദ്യത്തിന് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ അവിടുത്തെ സ്ഥിരം പുള്ളികളാണത്. അവിടുത്തെ സ്ഥിരം പുള്ളികളും പേരെടുത്ത ആൾക്കാരൊക്കെ ആകുമ്പോൾ ഇവർക്ക് എന്തായാലും ഒരു സ്പെഷ്യലി ആയിട്ടുള്ള ഒരു ഓർമ്മ പ്രിൻസിപ്പൽ എന്തായിരുന്നാലും കാണും. അതുകൊണ്ട് ഈ വന്നേക്കുന്ന അപ്പൻ ഒറിജിനൽ അപ്പ അല്ല എന്നുള്ള കാര്യങ്ങളെ പ്രിൻസിപ്പലിനെ ആക്കുന്നില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സിനിമയുടെ ഒരു കണ്ടൻറ്റാണ്. അവിടെ പ്രശസ്തിയെ വരുന്നില്ല. അതാണ് ഈ സിനിമയുടെ ഒരു ലോജിക്കല്ലാത്ത ഒരു തമാശയുടെ തോന്നിയത്. തമാശയുടെ പുറത്ത് ഒരു കാര്യത്തിനെ മറച്ചു വെച്ചാണ് സംവിധായകൻ ഇതിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു വൻ മിസ്റ്റേക്കാണ്. അങ്ങനെ അധികം ആർക്കും തോന്നാത്തൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ചൊന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും. അതായത് ചുരുക്കത്തിൽ ഒന്നുകൂടെ അങ്ങ് പറഞ്ഞുതരാം. അതായത് ഈ കഥാപാത്രത്തിൻ്റെ അപ്പാവെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അപ്പനെ കൊണ്ടുവന്ന് അവിടെ നിർത്തുന്ന സമയത്ത് പോലും ഈ പ്രിൻസിപ്പാളിന് ഈ വ്യക്തി ആദ്യം ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടുന്ന സമയത്ത് ഒന്നുകിൽ ഇതിൻ്റെ അപ്പയോ അമ്മയോ കണ്ടിരിക്കണം. അപ്പം എന്തായാലും വന്ന് കാണും, ഇദ്ദേഹത്തിൻ്റെ അപ്പ എന്താ വന്ന് കാണും. അപ്പം അന്ന് കണ്ട അപ്പയല്ല ഈ അപ്പ എന്നുള്ള തിരിച്ചറിവ് എന്തുകൊണ്ട് ഈ പ്രിൻസിപ്പാളിനെ വന്നില്ല, എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല. അവിടെയാണ് തമാശ മുഖേന ആ ഒരു ലോജിക്കങ്ങ് മറഞ്ഞു പോയത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് പറയാൻ വേണ്ടി വന്ന കൊച്ചി രാജാവ് എന്ന് പറഞ്ഞ ഈ സിനിമയിലെ നമ്മൾ ആസ്വദിച്ച ആ ഒരു കോമഡിയുടെ ഒരു ലോജിക്കില്ലാത്തതും അല്ലെങ്കിൽ കോമഡിയിൽ അത് മറന്നുപോയമായ ഏക കാര്യം. ഓക്കെ, ഇത് പറയാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശേഷം നിൽക്കുന്ന സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.